സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കളർ ഗാലറിയുടെ അടിപൊളി പ്രിസെറ്റാണ് തരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്രിസെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൊരു ഫുൾ വീഡിയോ ട്യൂട്ടോറിയലും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് മേലെ ഐക്കാർഡിലായിരിക്കും കിട്ടുക. ഐക്കാർഡ് എന്ന് വെച്ചാൽ മേലെ നിങ്ങൾ വീഡിയോ കണ്ടുകൊടുക്കുമ്പോൾ തന്നെ മേലെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോപ്പ് ആയിട്ട് എഴുതി കാണിക്കും. ഫസ്റ്റ് പാസ്വേഡ്, സെക്കൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്ന തരത്തിൽ ഫസ്റ്റ് പാസ്വേഡ് 12 ***, സെക്കൻഡ് പാസ്വേഡ് ***3 എന്ന് എഴുതി കാണിക്കും. അപ്പോൾ 1 2 3 4 ആയിരിക്കും പാസ്വേഡ്. സ്റ്റാർ ഒഴിവാക്കിയിട്ട് ആ നമ്പർ മാത്രം അടിക്കുക. അതായത് 1 2 3 4 ഓരോ എക്സാമ്പിൾ കൊടുത്തതാണ്. അതായത് 1 2 3 4 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയാൽ മതി. സോ ഈ ഒരു പ്രിസെറ്റ് നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈറ്റ്റൂം പ്രിസും വീൽനെറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിങ്ങിൽ എടുക്കാം.
ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിസെറ്റ് നിങ്ങളുടെ ഫോട്ടോനെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രിസെറ്റിന് കുറച്ച് റെഡിഷ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രിസെറ്റ് കോപ്പി ചെയ്ത് നിങ്ങൾ ആ ഫോട്ടോനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു കളർ മിക്സിൽ പോയതിന് ശേഷം റെഡ് എടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആ ഒരു മൈനസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സാച്ചുറേഷൻ ജസ്റ്റ് മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു ഡിഹൈസിൻ്റെ അറ്റം ഒക്കെ പോയിട്ട് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റെഡിഷ് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോനെ അനുസരിച്ചിട്ട് ചെയ്യുക. ഓരോ ഫോട്ടോനെ ഈ ഒരു പ്രിസെറ്റ് കറക്റ്റായിട്ട് മാച്ച് ആകുന്നതായിരിക്കും. അധികം ഫോട്ടോ റെഡിഷ് കൂടുതലായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കളർ ഗാലറി എഡിറ്റിംഗ് ബ്രേക്ക് ഡൗൺ എന്നൊരു രീതി ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു റെഡിഷ് കൂട്ടിയത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഫോട്ടോനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു റെഡിഷ് കുറച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കണ്ടിട്ട് ആ ഒരു കളർ ഗാലറിൻ്റെ അതേ എഡിറ്റ് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രിസെറ്റ് ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ പ്രിസെറ്റ്സ് വേണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.